നമസ്കാരം. നമ്മൾക്ക് നാളെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നാളെ എന്താണ് നിങ്ങളുള്ള എനർജി, എങ്ങനെയായിരിക്കും നാളെ, എന്താണ് യൂണിവേഴ്സിന് നിങ്ങൾക്ക് തരാനുള്ള മെസ്സേജ് എന്നുള്ളതാണ്. നിങ്ങളുടെ എനർജി നൈറ്റ് ഓഫ് ഫാൻസ് ആണ്. നിങ്ങൾ ഹൈ എനർജറ്റിക് ആയിരിക്കും. എന്ത് കാര്യങ്ങൾക്കും ഏറ്റവും കൂടുതൽ ഊർജ്ജസ്വലനായിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും നാളെ. നിങ്ങൾ എല്ലാ തീരുമാനങ്ങളും ചടപടാന്ന് എടുക്കും. വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾ കാര്യങ്ങൾ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും എന്നുള്ളതാണ്. അതുപോലെ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഉപദേശങ്ങൾ കൊണ്ടുവന്നാൽ അത് അവഗണിച്ചു വിടും. അത് നിങ്ങൾ ശ്രദ്ധിക്കുകയില്ല. അവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുക. കുറച്ച് മോശമായിട്ടുള്ള കാര്യങ്ങളോ പരുഷ വാക്കുകളോ ഒന്നും ഉപയോഗിക്കാതെ ശ്രദ്ധിക്കുക. അതുപോലെ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ആളായിരിക്കും നാളെ നിങ്ങൾ. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുള്ള എനർജി വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. ഓക്കെ, അത് ജോലി എടുക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിലും എല്ലാ കാര്യങ്ങളും നിങ്ങൾ വളരെ പോസിറ്റീവാണ്. പക്ഷേ നാളെ നിങ്ങൾക്കുള്ള എങ്ങനെയായിരിക്കും നാളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സ്ട്രെസ് അനുഭവപ്പെടുന്ന ഒരു ദിവസം കൂടിയിട്ടായിരിക്കും നാളെ. വർക്ക് ഓവർലോഡ്, അതുപോലെ മെൻ്റലി ഉള്ള ഒരു ടെൻഷൻ. കാരണം നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ വിട്ടു നിൽക്കുന്നതൊക്കെ ഒക്കെയാണ് എങ്കിൽ അതിന് കുറേ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ നിങ്ങൾ അനുഭവപ്പെടുന്നുണ്ടാവും. അതുപോലെ വർക്ക് ലോഡ് നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് പാർട്ട്ണറുമായിട്ടുള്ള റീയൂണിയൻ നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ബലം ചെയ്യുന്നതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളെ ഉള്ളെങ്കിൽ നേരിട്ട് സംസാരിച്ചിട്ട് അതിൽ നിന്ന് ആ ഒരു പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്യുക. അത് തന്നെ വലിയൊരു റിലാക്സ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ എന്തോ ഒരു തീരുമാനങ്ങളിൽ നിങ്ങൾക്ക് നാളെ യൂണിവേഴ്സിൻ്റെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ നാളെ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് വരും. ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത് ഉണ്ടാവും എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട്. ആ തീരുമാനം വളരെ പക്വതയോട് കൂടിയിട്ട് എടുക്കുക എന്നുള്ളതാണ്. വളരെ ടു ഓഫ് ഫാൻസ് അതാണ്. എന്ത് തീരുമാനമുണ്ട് നിങ്ങളതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എന്ത് വേണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും. അപ്പോൾ അത് വളരെ പക്വതയോടുകൂടിയിട്ട് എടുക്കുക. ആ തീരുമാനം എടുത്ത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നാളെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒപ്പം തന്നെ പാർട്ട്ണറുമായിട്ടുള്ള പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തീർത്തിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ അടുത്തും നല്ല രീതിയിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ. സർവേശ്വരൻ അതിന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഒപ്പം തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഇല്ലാത്തവരുണ്ടെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഷെയർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഷെയർ കൂടി ചെയ്യുക. ലൈക്ക് ചെയ്യാൻ പറ്റുന്നവർ ലൈക്ക് കൂടിയിട്ട് ചെയ്യുക. താങ്ക് യു.